പൈത്തൺ സീരീസിൽ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു കോഡിംഗ് എക്സസൈസോടെയാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ അത് വരുന്നത്. സോ നമുക്ക് കോഡിംഗ് വരുന്നത് പിസ ഓട്ടോമേഷൻ, അതായത് പിസ ഓർഡറിംഗ് സിസ്റ്റം ആണ്. അതായത് പിസയുടെ ഒരു ഓർഡറിംഗ് ഓട്ടോമേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഫൈനലായിട്ടുള്ള ഒരു ബില്ല് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് ആദ്യമേ വേണ്ട യൂസറിനോട് ചോദിക്കുന്നു സ്മോൾ സൈസ് എത്ര വേണമെന്ന് ചോദിക്കുന്നു, സ്മോൾ വേണോ, മീഡിയം വേണോ, ലാർജ് വേണോ, സോ ഏത് ടൈപ്പാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. ദെൻ അതിനനുസരിച്ചുള്ളൊരു ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ റൈഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത പോലെ തന്നെ ഏജ് വെച്ചിട്ട് ഓരോ ബില്ല് ക്രിയേറ്റ് ചെയ്ത സെയിം അതൊരു മെത്തേഡ് തന്നെ. അതുപോലെ തന്നെ പിസയ്ക്കകത്ത് സ്മോൾ ആണെങ്കിൽ ഒരു ബില്ല്, മീഡിയം ആണെങ്കിൽ വേറൊരു എമൗണ്ട് ആയിരിക്കും, ലാർജ് ആണെങ്കിൽ വേറൊരു എമൗണ്ട് ആയിരിക്കും. ദെൻ അതിനുശേഷം യൂസറിനോട് ചോദിക്കുന്നു പെപ്പറോണി ആഡ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കുന്നു. പിസയ്ക്കകത്ത് പെപ്പറോണി ആഡ് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിക്കുന്നു. ഓക്കെ, ആഡ് ചെയ്യണം യെസ് ഓർ നോ ക്വസ്റ്റൻ ആയിരിക്കും. സോ യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് തന്നെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ യൂസർ ഒരു സൈസ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്മോൾ അല്ലെങ്കിൽ മീഡിയം, ലാർജ് ആ രീതിയിൽ. സോ സ്മോൾ ആണെങ്കിൽ നമ്മൾ പെപ്പറോണിക്ക് ഒരു 30 രൂപ അധികം കൊടുക്കുന്നു. സ്മോൾ അല്ല മീഡിയം ലാർജ് ആണ് ചൂസ് ചെയ്തതെങ്കിൽ അവിടെ പെപ്പറോണിക്ക് 50 രൂപയാണ് എക്സ്ട്രാ വരുന്നത്. സോ ആ രീതിയിൽ നമ്മൾ ബില്ലിനകത്ത് പെപ്പറോണി ആഡ് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ ആ ഒരു ബില്ലിനകത്ത് ആ ഒരു എമൗണ്ടും കൂടി ആഡ് ചെയ്യുന്നു. സ്മോൾ ആണെങ്കിൽ 30 രൂപയും, അതായത് പിസയുടെ സൈസ്, പെപ്പറോണിയുടെ സൈസ് അല്ല, പിസയുടെ സൈസ് സ്മോൾ ആണ് യൂസ് ചെയ്തതെങ്കിൽ 30 രൂപ ആഡ് ചെയ്യുന്നു, മറ്റ് സൈസ് ആണെങ്കിൽ 50 രൂപ ആഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം യൂസറിനോട് വീണ്ടും ചോദിക്കുന്നു എക്സ്ട്രാ ചീസ് വേണോ എന്നുള്ളത്. സോ അതൊരു എസ് ഓർ നോ ക്വസ്റ്റൻ ആണ്. എക്സ്ട്രാ ചീസ് വേണമെങ്കിൽ അത് യൂസർ ഏത് ടൈപ്പ് സ്മോൾ സൈസാണ് യൂസ് ചെയ്തെങ്കിലും അതിന് എല്ലാത്തിനും ഒരു 50 രൂപയും കൂടി എക്സ്ട്രാ കൊടുക്കുന്നു. സോ നിങ്ങൾക്ക് പ്രൈസ് എത്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. സോ ഒരു 50 രൂപയും കൂടി ചീസിന്, എക്സ്ട്രാ ചീസിന് കൊടുക്കുന്നു. ദെൻ യൂസർ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ പെപ്പറോണിയും ചീസൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഏത് സൈസുള്ള പിസയാണ് എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. പെപ്പറോണി എടുത്തിട്ടുണ്ട്, ചീസ് എടുത്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് ഏത് സൈസാണോ അതിനനുസരിച്ച് ഏത് പെപ്പറോണിയുടെ ഏത് സൈസിലുള്ള പെപ്പറോണിയാണോ എക്സ്ട്രാ വരുന്നത്, സോ അതിനനുസരിച്ചുള്ള ബില്ല് ഫൈനലായിട്ട് വരുന്നു. സൈസ് ചൂസ് ചെയ്തു, പെപ്പറോണിയും കൂടി ആഡ് ചെയ്തു, ചീസും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടോട്ടൽ ബില്ല് എത്രയാണെന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഈ രീതിയിൽ അതിനൊന്ന് ഓട്ടോമേറ്റ് ചെയ്തെടുക്കാം. അതാണ് ഈ ഒരു സ്റ്റെപ്പിനകത്ത് വരുന്നത്. സോ എങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കുക. സോ അതിനുശേഷം നിങ്ങൾ ഈ ഒരു സെക്ഷനിലേക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നോക്കുക. സോ നമുക്ക് അതിൻ്റെ പ്രോഗ്രാം എഴുതാം. ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോകാം. സോ ഞാനിവിടെ പുതിയൊരു സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആദ്യമേ യൂസറിനോട് ചോദിക്കുന്നു പിസ ഏത് സൈസാണ് വേണ്ടതെന്നുള്ളത്. സോ ഞാനിവിടെ നമുക്ക് സൈസ് എന്നൊരു നെയിം കൊടുക്കാം, ഒരു വേരിയബിൾ നെയിം കൊടുക്കാം. ദെൻ യൂസറിനോട് ചോദിക്കുന്നു ഇൻപുട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വിച്ച് സൈസ് ഓഫ് പിസ്സ യു നീഡ്. ദെൻ അവിടെ നമുക്ക് സ്മോള്, മീഡിയം, ലാർജ് ഈ രീതിയിലൊരു ഓപ്ഷൻ കൊടുക്കാം. സോ യൂസർ സ്മോൾ ആണോ മീഡിയം ആണോ ലാർജ് ആണോ അടിച്ചു കൊടുത്തതെന്ന് ചെക്ക് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈഫ് ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യാം. ഈഫ് ലൂപ്പിനകത്ത് സൈസ്, അപ്പോൾ നമുക്കിവിടെ സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ സൈസ് ഓക്കെ, ഇവിടെ 2 സൈസ് വന്നു. സോ നമ്മൾ ഇതിനകത്ത് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ബില്ലിൻ്റെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് കൊടുക്കാം. സോ എങ്കിലാണല്ലോ നമുക്കിപ്പോൾ ഇനീഷ്യലി ബില്ല് 0 ആയിരിക്കും. സോ ഇവിടെ നമ്മൾ സൈസ് വന്നു. ഓക്കെ, സൈസിൻ്റെ വാല്യൂ സൈസ് അടിച്ചു കൊടുത്തത് ഈക്വൽ ടു എസ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് സിംഗിൾ കോഡിനകത്ത് സ്മോൾ ലെറ്റർ എസ്, അപ്പോൾ നമ്മളിവിടെ ലോജിക് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഓർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം സൈസ് അടിച്ചു കൊടുത്തിരിക്കുന്നത് സിക്വൽ ടു സ്ട്രിങ് ക്യാപിറ്റൽ എസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ അതാണെങ്കിൽ എന്ത് ചെയ്യണം, ബില്ലിൻ്റെ വാല്യൂ 100 സിക്വൽ ടു 100 കൊടുക്കണം. ഇവിടെ കോളൻ ഇട്ട് കൊടുക്കാം. സോ ബില്ല് സ്മോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ബില്ല് വരുന്നത് 100 ആണ് വരുന്നത്. സോ നമുക്ക് യൂസറിനോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിന്റ് ഫംഗ്ഷനകത്ത് സ്മോൾ പിസ്സ
പ്രൈസ് ഈസ് 100 എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ അടുത്ത് യൂസർ ചെക്ക് ചെയ്യുന്നത്, അപ്പോൾ ഞാനിത് ഒന്നെങ്കിൽ ഇത് ഫുള്ള് കോപ്പി ചെയ്യാം, എന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് അതിനകത്ത് എഡിറ്റ് ചെയ്താൽ മതിയല്ലോ. അതായത് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് മീഡിയ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ സ്മോൾ ലെറ്റർ എമ്മും ക്യാപിറ്റൽ എമ്മും പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ബില്ലിൻ്റെ പ്രൈസ് അവിടെ 200 മാറിയിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്കിവിടെ പ്ലസ് ഈക്വൽ ടു കൊടുക്കാം, അതായത് 0 ആഡ് ചെയ്ത് വരുന്ന രീതിയിൽ. സോ ഇവിടെ സ്മോൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 100 അതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് വരും, മീഡിയം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 200 ആഡ് ചെയ്ത് വരും. അപ്പോൾ ഇനീഷ്യലി ഇവിടെ 0 ആണ് വാല്യൂ, 0 100 ഒന്നെങ്കിൽ 100 ആഡ് ചെയ്യും, അല്ലെങ്കിൽ 200 ആഡ് ചെയ്യും. ഇവിടെ മീഡിയം പിസ്സ പ്രൈസ് 200 കൊടുക്കാം. ദെൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ലാസ്റ്റത്തിലും ചെയ്യാം. അപ്പോൾ ഇൻ്റർനാഷണൽ നോക്കണം, ഒന്നിൻ്റെ ഉള്ളിലല്ല, ഇതെല്ലാം ഒരേ ഇൻ്റർനാഷണലാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഗ്യാപ്പിനാണ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്നത്. സോ ഇനി ലാർജ് ആണോ ചെക്ക് ചെയ്യണം, സ്മോൾ ലെറ്റർ എല്ലും ക്യാപിറ്റൽ എല്ലും കൊടുക്കാം. സോ അവിടെയാണെങ്കിൽ 300 വരുന്നത്. ലാർജ് പ്രൈസ് ഈസ് 300 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പിസ്സയുടെ ഇത് ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിന് അടുത്തത് വേണ്ടത് യൂസറിനോട് വീണ്ടും ചോദിക്കുകയാണ്, എന്തായിരുന്നു, യൂസറിനോട് പെപ്പറോണി വേണമെന്ന് ചോദിക്കുകയാണ്. സോ നമുക്ക് പെപ്പറോണി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ യൂസറിനോട് ചോദിക്കുക ഇൻപുട്ട് ഫംഗ്ഷനകത്ത് you want to add pepperoni. സോ യെസ് അല്ലെങ്കിൽ നോ ആണോ എന്നാണ് ചോദിക്കുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. സോ യെസ് ഓർ നോ ചോദിച്ചു. സോ പെപ്പറോണി യെസ് ആണ് കൊടുക്കുന്നതെങ്കിൽ, സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ നമുക്ക് ഈഫ് അല്ല വേണ്ടത്, ഇവിടെ നമുക്ക് എൽസ് ഈഫ് കൊടുക്കാം. കാരണം ഈഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം ചെക്ക് ചെയ്യും, നമുക്ക് അവിടെ എല്ലാം ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ ഇവിടെ എൽസ് ഈഫ് കൊടുക്കാം. സോ ഇവിടെ എൽ ഈഫാണ് കൊടുക്കേണ്ടത്. ഈഫ് കൊടുത്താലും കുഴപ്പമില്ല, അന്നേരം ഓരോ കണ്ടീഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എൽഫ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ അടുത്ത ഈഫ് കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ ഈഫ് ലൂപ്പിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത്. ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതിയ സമയത്താണ് ഒരു ഇഷ്യൂ വന്നത്. സോ നമുക്ക് ഈഫ് ലൂപ്പിനകത്ത് ചെക്ക് ചെയ്യാം പെപ്പറോണിയുടെ ഇത് അടിച്ചു കൊടുക്കുന്നത് ക്യാപിറ്റൽ എസ് ആണോ സ്മോൾ ലെറ്റർ എസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ സ്മോൾ ലെറ്റർ വൈ നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റർ ഓവർ യൂസ് ചെയ്തിട്ട് സ്മോൾ ലെറ്ററും ക്യാപിറ്റലും അടിച്ചു കൊടുക്കുക. ദെൻ പെപ്പറോണി ആഡ് ചെയ്യണോ വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ദെൻ അവിടെ യെസ് ആണ് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് സൈസ്, ഇവിടെ സ്മോൾ സൈസ് ആണ് യൂസർ ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ പെപ്പറോണിക്ക് ബില്ല് ആഡ് ചെയ്യേണ്ടത് 13 ആണ്, 30 ആഡ് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും ഈഫ് ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. യൂസർ സൈസ് യൂസ് ചെയ്തിരിക്കുന്നത്, സോ നമ്മളിവിടെ സൈസിൻ്റെ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ യൂസറിനോട് ഏത് സൈസാണെന്ന് വീണ്ടും ചോദിക്കേണ്ട കാര്യമില്ല, ഇവിടെ പിസയുടെ സൈസ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. സോ സൈസ് സീക്വൽ ടു എസ് ആണെങ്കിൽ, സോ നമുക്കിത് കോപ്പി പേസ്റ്റ് ചെയ്യാമെങ്കിൽ ഇതാണെങ്കിൽ എന്ത് ചെയ്യണം, ബില്ല് ഇൻക്രീസ് ചെയ്യണം. സോ ബില്ല് പ്ലസ് ഈക്വൽ ടു എന്ത് ചെയ്യണം, 30 കൂടി ആഡ് ചെയ്യണം. ആ രീതിയിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് എൽ ഈഫ് കൊടുക്കാം. എൽ ഈഫ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ബില്ലിൻ്റെ പ്രൈസ് എൽ ഈഫിൻ്റെ ആവശ്യമില്ല, നമുക്കിവിടെ എൽസ് കൊടുത്താൽ മതി, കാരണം വേറെ കണ്ടീഷൻ ഇല്ലല്ലോ. സോ എൽസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ബില്ലിൻ്റെ പ്രൈസ് പ്ലസ് ഈക്വൽ ടു 50 വരുന്നത്. അതായത് സ്മോൾ ആണെങ്കിൽ അവിടെ 30 ആഡ് ചെയ്യും, സ്മോൾ മീഡിയം ലാർജും ആണെങ്കിൽ അവിടെ 50 ആഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ഇൻറ്റൻറ്റേഷൻ ഏറ്റവും ലാസ്റ്റത്തേക്ക് കൊണ്ടുവന്നു. ഈ സെയിം ഇൻറ്റൻറ്റേഷൻ്റെ ഒപ്പം അടുത്ത കൊണ്ടുവന്നിട്ട് നമ്മൾ ചീസ് വേണമെന്ന് ചോദിക്കണം. സോ നമ്മൾ അടുത്ത ക്വസ്റ്റിനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ചീസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ ഇൻപുട്ട് ഫംഗ്ഷനകത്ത് യൂസറിനോട് ചോദിക്കാം, യു വാണ്ട് എക്സ്ട്രാ ചീസ്. സോ യെസ് ഓർ നോ ചോദിച്ചു. ദെൻ ഈ സെയിം സ്റ്റെപ്പ് തന്നെ നമുക്ക് കോപ്പി ചെയ്തിട്ട് ഇവിടെ പെപ്പറോണിക്ക് പകരം ചീസ് എന്നുള്ള വേരിയബിൾ കൊടുക്കാം. ഇവിടെ പെപ്പറോണിക്ക് പകരം ചീസ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ചീസ് എക്സ്ട്രാ ആണെങ്കിൽ അവിടെ ബില്ലിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുക. ബിൽ പ്ലസ് ഈക്വൽ ടു ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ നമ്മളവിടെ ബില്ലിൻ്റെ ഒപ്പം ഒരു 50 കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമുക്കിനി ഫൈനലായിട്ടുള്ള ആ ഒരു ഇതും കൂടി പ്രിൻറ്റ് ചെയ്യണം, അതായത് എത്ര ബില്ല് വരും എന്നുള്ളത്. സോ നമ്മൾ സെയിം ഇൻറ്റൻറ്റേഷൻ തന്നെ നമ്മൾ പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഏറ്റവും ലാസ്റ്റ് പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ എഫ് സ്ട്രിങ് യൂസ് ചെയ്യാം. എഫ് സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുക്കാം യുവർ ഫൈനൽ എമൗണ്ട് ഈസ്
ബില്ലെന്നുള്ള ഒരു വേരിയബിൾ ഇത് കൊടുക്കുക. സോ നമുക്കിനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നിങ്ങൾ ലോജിക്ക് മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ആദ്യമേ യൂസർ ചോദിക്കുന്നു സ്മോൾ വേണോ മീഡിയം വേണോ. ഞാൻ അവിടെ ഒരു മീഡിയം യൂസ് ചെയ്തു. സ്മോൾ ലെറ്റർ മീഡിയം ആണ്. അപ്പോൾ മീഡിയത്തിൻ്റെ പ്രൈസ് 200 പെപ്പറോണി ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഞാനിവിടെ നോ കൊടുക്കുകയാണ്. ദെൻ എക്സ്ട്രാ ചീസ് വേണമെന്ന് ചോദിക്കുന്നു. ചീസ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ മൊത്തം ബില്ല് വന്നിരിക്കുന്നത് 250. അപ്പോൾ 200 ചീസിൻ്റെ 50 രൂപയും കൂടി ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി വീണ്ടും ഒന്ന് റൺ ചെയ്യാം. സോ ഞാനിവിടെ സൈസ് ലാർജ് യൂസ് ചെയ്യുകയാണ്. ദെൻ പിസയുടെ പ്രൈസ് എന്ന് പറയുന്നത് 300. പെപ്പറോണി ആഡ് ചെയ്യണമെന്ന് ചോദിക്കുകയാണ്. ഞാനിവിടെ ആഡ് ചെയ്യണമെന്ന് പറയുകയാണ്. ദെൻ എക്സ്ട്രാ ചീസ് വേണമെന്ന് ചോദിക്കുകയാണ്. വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ലാർജ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ പെപ്പറോണിയുടെ പ്രൈസ് 50 രൂപ വന്നു. ദെൻ ചീസിൻ്റെ പ്രൈസ് 50 രൂപ വന്നു. അങ്ങനെ മൊത്തം 300 + 50 400 പ്രൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെയിം തന്നെ ഒന്നും കൂടി സ്മോളിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ പെപ്പറോണി അല്ല ഏത് ടൈപ്പ് പിസ്സ വേണമെന്ന് ചോദിക്കുന്നു. ഇവിടെ ഞാൻ സ്മോൾ യൂസ് ചെയ്തു. അപ്പോൾ പിസ്സയുടെ പ്രൈസ് 100. പെപ്പറോണി വേണമെന്ന് ചോദിക്കുന്നു. ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. സോ യെസ് വേണമെന്ന് പറയുന്നു. എക്സ്ട്രാ ചീസ് വേണമെന്ന് ചോദിക്കുന്നു. യെസ് കൊടുത്തു. സോ ഇവിടെ 180 രൂപയാണ് വന്നത്. 100 + 30 + 50 ആ രീതിയിൽ 180 രൂപയാണ് ഫൈനൽ പ്രൈസ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ നോക്കാം. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എഴുതുന്നു. ആദ്യം നമ്മൾ പിസയുടെ സൈസ് എത്രയാണെന്ന് ചോദിക്കുന്നു. ദെൻ ബില്ലിൻ്റെ വാല്യൂ 0 ആക്കിയിട്ടു. ദെൻ ഇവിടെ നമ്മൾ എല്ലീഫ് വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സ്മോൾ ആണെങ്കിൽ 100, മീഡിയം ആണെങ്കിൽ 200, ലാർജ് ആണെങ്കിൽ 300 ആ രീതിയിൽ. ദെൻ പെപ്പറോണി ആഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇൻറ്റൻറ്റേഷൻ നോക്കണം. പെപ്പറോണി അവിടെ ആഡ് ചെയ്യണമെന്ന് പറയുവാണെങ്കിൽ അതൊരു ഈ ഫ്ലൂപ്പിൽ ചെക്ക് ചെയ്യുന്നു. ആഡ് ചെയ്യുന്നു പറയുവാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു. ദെൻ അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ഈ ഫ്ലൂപ്പിൻ്റെ ഉള്ളിൽ സൈസ് സ്മോൾ ആണെങ്കിൽ അവിടെ ബില്ലിൻ്റെ പ്രൈസ് 30 രൂപ ആഡ് ചെയ്യും. എൽസ് ആണെങ്കിൽ ബില്ലിൻ്റെ അതായത് ലാർജോ മീഡിയം ആണെങ്കിൽ 50 രൂപ ആഡ് ചെയ്യും. ദെൻ ചീസ് വേണമെന്ന് ചോദിക്കുന്നു. ദെൻ ഈ ഫ്ലൂപ്പിനകത്ത് ചീസ് എസ് ആണ് വേണമെന്ന് പറയുവാണെങ്കിൽ ബില്ലിൻ്റെ ഒപ്പം 50 രൂപയും കൂടി ആഡ് ചെയ്യുന്നു. ദെൻ ഫൈനലായിട്ടുള്ള ബില്ല് അവിടെ പ്രിൻറ്റ് ചെയ്ത് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. സോ ഈ രീതിയിലാണ് ഈ ഒരു എക്സസൈസ് വരുന്നത്. സോ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. സോ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.